ഫ്രഷ് ഫീൽസിൻ്റെ ഫാമിലി മാറ്റേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത് ജോർജ് കുളങ്ങര സാറാണ്. രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, അല്ലേ സാറേ? അത് തന്നെ, ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിയേറ്റീവ് തിങ്കിങ്ങും. ഇനി സംസാരിക്കാൻ പോകുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റീവ് തിങ്കിങ്ങിലേക്ക് വരാം. കാരണം രണ്ടും പ്രത്യേക ഐഡൻറ്റിറ്റി ഉണ്ട്, മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവമല്ല. അപ്പോൾ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ അതായത് ഒരു വിമർശനം, നമ്മുടെ സെൽഫ് വിമർശനം, ആത്മവിമർശനം എന്ന് വേണേൽ വേണ്ടിക്കാം നമുക്ക്. ആത്മവിമർശനം അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സുപ്രധാനമായ മറ്റ് നമ്മുടെ ക്വാളിറ്റിയെ ഇമ്പ്രൂവ് ചെയ്തൊരു ഘടകമാണേത് ഈ ആത്മവിമർശനം. സ്വയം വിമർശിക്കുക, എൻ്റെ ശരിയും തെറ്റുകളും എന്തൊക്കെയാണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, പക്ഷേ അതിൻ്റെ വേറൊരു വകഭേദം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ആത്മവിമർശനം, അത് ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുക. നമ്മളിപ്പോൾ ഒരാളുമായിട്ട് നമ്മൾ ഒരു സൗഹൃദം പങ്കിട്ടു, അത് കഴിയുമ്പോൾ നമ്മളത് ചിന്തിച്ച് നോക്കണം. അയാളായിട്ട് സംസാരിച്ചതിനകത്ത് വല്ല പെശകുണ്ടോ, അതിന് ശരിയുണ്ടോ, തെറ്റുണ്ടോ, എന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന ഒരു ചിന്താഗതി വരുമ്പോഴുണ്ടാകുന്നു, അത് വേറൊരു ഫോക്കസാണ്. അപ്പോൾ അടുത്ത ടോക്ക് വന്നു കഴിയുമ്പോഴേക്കും ഇതിൽ വന്ന പോരായ്മകൾ അവിടെ നികത്തി പോയി കഴിയുമ്പോൾ അവർ വളർച്ചയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ആ ഒരു ചിന്താഗതി, ആ ഒരു മനോഭാവം എന്ത് ചെയ്യണം, അത് കൊച്ചു കുഞ്ഞുങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രായത്തിനനുസരിച്ച് ഇതിനുള്ള പരിശീലിപ്പിക്കാൻ സാധിക്കണം. നമ്മൾ കേട്ടിട്ടുണ്ട്, സാധാരണഗതി തമാശയായിട്ട് കേട്ടിട്ടുണ്ട്, ഈ കാള പെറ്റു കയറെടുക്കുന്നു എന്ന ഒരു ചൊല്ല് നമ്മൾ ധാരാളം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. എന്തോ അതിനത് വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നു അതിൻ്റെ അർത്ഥം. നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ സുപ്രധാനമായ ഘടകം എന്ന് പറയുന്നത് എന്താ? വീണ്ടും വിചാരം വേണം. മദ്യം കഴിക്കാനായിട്ട് ഷാപ്പിലേക്ക് ക്ഷണിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാപ്പിൽ കയറാത്ത ഒരാളാണ് എങ്കിൽ എന്ത് ചെയ്യണം, അവനൊന്ന് ചിന്തിക്കണം. അപ്പോൾ ആ വഴിയിലേക്ക് തുടർച്ചയായിട്ട് സഞ്ചരിച്ചാൽ എന്ത് സംഭവിക്കും? അവസാനം സാധാരണഗതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, മാനസിക ബലമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവൻ അവസാനം ഒരു മദ്യപാനിയായി മാറും. ഇതൊക്കെ സംഭവിക്കും എന്ന് നമുക്ക്, അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ, ക്രമവൽക്കരിക്കുവാനുള്ള ഒരു കഴിവ്, സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ഓരോ വ്യക്തിയും ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് സാധിക്കുകയുള്ളൂ. ജീവിതത്തിൻ്റെ എന്ത് വിഷയമായിട്ടും. ഇപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ എന്ത് ചെയ്യുന്നു? അവിടെ കുട്ടിക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങാണ് വേണ്ടത്. അറിഞ്ഞോ അറിയാതെയോ ആ ക്രിട്ടിക്കൽ തിങ്കിങ് അവനെ ഉപയോഗിക്കുന്നു. ഓരോ ചോദ്യവും വായിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ ചോദ്യത്തിൻ്റെ ഇന്ന ഉത്തരമാണെന്ന് അവൻ മനസ്സിൽ കരുതിക്കൊണ്ട് എഴുതണം. ആ ഉത്തരത്തെ മനസ്സിൽ കരുതാൻ കഴിയണം. പലപ്പോഴും എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഏതോ ഒരു ഉത്തരം വരുന്നു, ഒരൊറ്റ എഴുത്തെല്ലാം കഴിയുമ്പോഴാണ് ചിലപ്പോൾ 5, 6, 7, 8 മാർക്കിൻ്റെ ഒക്കെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യന്. അത് 15 മിനിറ്റും ഒക്കെ 10-15 മിനിറ്റ് വേണ്ടി വരും. എഴുതി കഴിയുമ്പോഴാണ് അവന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. എന്ത് സ്ട്രൈക്ക് ചെയ്യുന്നത്? തലേ തോന്നും, അയ്യോ ഉത്തരം തെറ്റിപ്പോയല്ലോ. അപ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. 15 മിനിറ്റ് അവിടെ പോയി. ഇനി ശരിയായി ഉത്തരം എഴുതണമെങ്കിൽ വീണ്ടും 15 മിനിറ്റ് പോകും. അപ്പോൾ മൊത്തം 2 മണിക്കൂറോ 3 മണിക്കൂറോ സമയത്തു നിന്ന് വീണ്ടും സമയം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൻ അസ്വസ്ഥനാകുന്നു, അവനവിടെ ടെൻഷൻ ഉണ്ടാകുന്നു. ആ ടെൻഷൻ എന്ത് ചെയ്യുന്നു, മറ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നതിനെ പ്രതികൂലമായി ബാധിക്കുന്നു. ആൻസർ പഠിക്കുന്നതിനെ കഴിഞ്ഞും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചോദ്യങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഒരു ലെസണിൽ എത്ര ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ഓരോ ചോദ്യം ഓരോ പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ കോടതി വന്നാൽ 10 പോയിൻ്റ് ആയിരിക്കും. 10 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 10 ചോദ്യങ്ങളാണ്, അത്രയേ ഉള്ളൂ. അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന അബദ്ധങ്ങളിൽ നിന്നും നമുക്ക് ഒഴിവാകാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ അബദ്ധങ്ങൾ വരുന്നുണ്ട്. അബദ്ധങ്ങളിൽ നിന്ന് ഒഴിവാകാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വിമർശന ബുദ്ധി എന്ന് പറയുന്ന ആ സ്കില്ല്, ആ നൈപുണ്യം ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് കുട്ടികളുടെ പരിശീലനത്തിൽ കൂടി അത് സാധിക്കുള്ളൂ. മാതാപിതാക്കളും അങ്ങനെ പരിശീലിപ്പിക്കണം, അധ്യാപകരും പരിശീലിപ്പിക്കണം, സമൂഹത്തിനും അതിനൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട 3 പോയിൻറ്റ്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ പോയിൻറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താ? ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയും. ഇപ്പം വാസ്തവത്തിൽ നമ്മളിപ്പം എൻ്റെ ഈ ആശയങ്ങൾ നിങ്ങളത് ഷൂട്ട് ചെയ്യുന്നു, അപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, അത് ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ഭാഗമാണ്. ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ ആ ക്രിയേറ്റീവ് തിങ്കിങ് അത് കുഞ്ഞുങ്ങളിലെ ചെറുപ്പം മുതൽ തന്നെ വളർത്തിയെടുക്കേണ്ടതായിട്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടമ്മ അടുക്കളയിൽ നല്ലൊരു കറി വയ്ക്കുമ്പോൾ അതെന്താ, ഈ ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം പിറ്റേ ദിവസം എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത് തലേ ദിവസമേ കഴിവുള്ള ഒരു വീട്ടമ്മ കരുതിയിരിക്കും, അതനുസരിച്ച് ഒരുങ്ങിയിരിക്കും. കാരണം ഭർത്താവിനും മക്കൾക്കും സന്തോഷകരമായ രീതിയിൽ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ വിജയമാണ്, ഒരമ്മയുടെ വിജയമാണ്. ആ കുടുംബ ബന്ധത്തിൻ്റെ ഊഷ്മളത ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് ആഹാരമാണ്. രുചിയുള്ള നല്ല ആഹാരമാണ് കുടുംബബന്ധത്തിൻ്റെ ഒരു തൂണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങാണ്. നന്നായിട്ട് പാടാൻ കഴിയുക, ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. അതുപോലെ നല്ലൊരു അധ്യാപകനാകുക, അതും ഈ ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ഭാഗമാണ്.